നമ്മൾ ഈ പ്രാദേശിക സംസ്ഥാന ദേശീയ വികസന സാധ്യതകളെക്കുറിച്ച് വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ സതീഷ് ഗോപി താങ്കളോട് ചോദിക്കാനുള്ളത് നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിഴിഞ്ഞം ഫീഡർ സാധ്യമാകും എന്നതിനെക്കുറിച്ചാണ്. കാരണം നേരത്തെ ശ്രീ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി ഈ വിഴിഞ്ഞം പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ നാച്ചുറലി വിഴിഞ്ഞം മദർ പോർട്ടിൽ കൊണ്ടിറക്കുകയും അവിടെ നിന്ന് ചെറിയ ഫീഡർ വെസൽ വഴി ഈ ചെറു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും. ബംഗ്ലാദേശ്, നമ്മുടെ ചുറ്റുമുള്ള മാലി, ഈവൻ പിന്നീട് കൊളംബോ എന്ന് പറയുന്ന തുറമുഖം ശ്രീലങ്കയ്ക്ക് ഉള്ളതുകൊണ്ട് ആ കൊളംബോയെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഈ ബർമ്മ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന ചരക്കുകൾ, കണ്ടെയ്നറുകൾ വളരെ എളുപ്പത്തിൽ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര പിന്നീട് മദർ പോർട്ടിലേക്ക് ഇറക്കാൻ കഴിയും. അവിടെ നിന്ന് ആ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഫീഡർ വെസലിന് ഇതെടുത്തുകൊണ്ട് പോകാൻ കഴിയും. അവർക്കും വളരെ ചിലവ് കുറയും. കാരണം ഇപ്പോൾ സിംഗപ്പൂരിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നീട് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും ഈ എളുപ്പമായിരിക്കും വിഴിഞ്ഞത്ത് കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് വിഴിഞ്ഞത്തുനിന്ന് അവർക്ക് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഈ വിഴിഞ്ഞത്തിൻ്റെ ആ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമീപത്തുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് വരുന്ന കാർഗോ അയൽ രാജ്യങ്ങളിലേക്ക് ചിലവ് കുറച്ച് എത്തിക്കാൻ വിഴിഞ്ഞം ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ഭാരതത്തിൻ്റെ മറ്റ് പോർട്ടുകളിലേക്ക്, ഭാരതത്തിന് തന്നെ എടുക്കുമ്പോൾ ഇപ്പോൾ ബോംബെയിലേക്ക് വരുന്ന കണ്ടെയ്നർ, അതുപോലെ ഗുജറാത്തിലേക്ക് വരുന്ന കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കർണാടകത്തിലേക്ക് വരുന്ന കണ്ടെയ്നേഴ്സ്, അതായത് മംഗലാപുരം തുറമുഖം വഴി പോകേണ്ട കണ്ടെയ്നേഴ്സ്, ഇതെല്ലാം സ്വീകരിക്കാൻ വിഴിഞ്ഞം മദർ പോർട്ട് എന്ന് പറയുന്ന നമ്മുടെ വിഴിഞ്ഞത്തിന് അത് സാധിക്കും. വിഴിഞ്ഞത്ത് കൊണ്ടുവന്നിറക്കിയിട്ട് ചെറിയ ഫീഡർ വെസൽ വഴി കൊണ്ടുപോയാൽ മതി. നേരെ മറിച്ച് ഇത് ജബലാലി പോർട്ടിൽ കൊണ്ടുവന്നിറക്കിയിട്ട് ഫീഡർ വെസൽ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അതുവഴിയാണ് നമുക്ക് ഒരു വർഷം 2500 കോടി രൂപ നഷ്ടം വന്നുകൊണ്ടിരുന്നത്. ആ നഷ്ടം നികരുക മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ആദായം വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അതിലേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ വിഴിഞ്ഞം വന്നു. വിഴിഞ്ഞത്തിന് ഏറ്റവും അത്യാവശ്യമെന്ന് പറയുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റിയാണ്. അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു വിഴിഞ്ഞം ഒരു തുറമുഖം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മീഷനിങ്ങിനോടൊപ്പം തന്നെ റോഡ് റെയിൽ കണക്ടിവിറ്റി വരേണ്ടതുണ്ട്. ഇപ്പോൾ 2028 തുരങ്കപാത പൂർത്തിയാകുമെന്ന് നമ്മൾ കരുതുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് 9.5 കിലോമീറ്റർ തുരങ്കപാത ബാലരാമപുരത്ത് നിന്ന് പൂർത്തിയാകുമെന്ന് നമ്മൾ കരുതുന്നു. അതിലേക്ക് വേണ്ടി 96.2 കോടി രൂപ കൊങ്കൺ റെയിൽവേക്ക് പിന്നീട് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ബാലരാമപുരത്ത് സമാന്തര ട്രാക്കുകളും ബാക്കിയുള്ള ഫെസിലിറ്റിയും എല്ലാം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് 243.08 കോടി രൂപ ദക്ഷിണ റെയിൽവേ കൺസഷൻ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ പണികളെല്ലാം ക്ഷണനേരം കൊണ്ട്, അതായത് ഏറ്റവും അറ്റ് ദി ഏർലിയസ്റ്റ് പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിച്ച് ഈ റോഡ് റെയിൽ നെറ്റ്വർക്ക് പൂർത്തീകരിക്കണം. അതിന് റോഡിൻ്റെ കാര്യം പറയുമ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നാവായിക്കുളം, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡാണ്. അതിന് ഏകദേശം 7900 കോടി രൂപ പിന്നീട് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പിന്നീട് സ്ഥാപനമാണ് ചെയ്യുന്നത്. അതിൽ സ്ഥലം അക്വിസിഷൻ്റെ 50% ചിലവ് സംസ്ഥാനം വഹിക്കാൻ നേറ്റിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പദ്ധതിയും കൂടെ വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുമ്പോഴത്തേക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത് ഇവിടെ മദർഷിപ്പ് വന്നിറങ്ങി ഇവിടുത്തെ കണ്ടെയ്നറെല്ലാം ട്രാൻസ്ഷിപ്മെൻറ്റ് മറ്റ് ചെറു ഫീഡർ കപ്പലുകൾ എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്ന അത് മാത്രമാണ് നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന് അതിൻ്റെ പ്രയോജനം വരികയില്ല, വളരെ കുറവേ വരുള്ളൂ. നമുക്ക് റോഡ് വഴി നമ്മുടെ കണ്ടെയ്നേഴ്സ് പോകണം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 24,000 കണ്ടെയ്നർ കയറ്റുന്ന എവർഗ്രീൻ എന്ന് പറയുന്ന കപ്പൽ ഇവിടെ കൊണ്ടുവന്ന് അതിൽ 10,000 കണ്ടെയ്നർ ഇറക്കിക്കഴിഞ്ഞാൽ ആ 10,000 കണ്ടെയ്നറിൽ ഒരു 5,000 കണ്ടെയ്നർ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ റോഡ് മാർഗം വഴി 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഏകദേശം 11 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് DG ഷിപ്പിങ്ങിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ 11 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ 10,000 കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു 5,000 കണ്ടെയ്നർ റോഡ് മാർഗം പോകുമ്പോൾ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും? തീർച്ചയായും.